ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിന്റെ പുതിയ സൈനിങ്സും റയൽ മാഡ്രിഡിൽ ഉള്ള അതുമായ പ്ലേയേഴ്സിന്റെ ലിസ്റ്റാണ്. ഗോൾ കീപ്പർമാരായി വന്നിട്ടുള്ളത് ഡിവോ കോട്രോസ്, ആൻഡി എല്ലൂണിയ എന്നിവരാണ് ഗോൾ കീപ്പർമാരായി വന്നിട്ടുള്ളത്. ഡിഫൻഡർമാരായി ആന്റണിയോ റോഡ്രിഗോ ആൻഡ് എഡ്ര മിലിറ്റാവോ ആൻഡ് ഇബ്രാഹിമ കൊനാറ്റെ. പുതിയ സൈനികമായ ഇബ്രാഹിമ കൊനാറ്റെയാണ് എന്നുള്ളത്. ലിവർപൂളിന്റെയും ഫ്രഞ്ച് പടയുടെയും നായകനായിരുന്ന കൊനാറ്റെ. ആറാമതായി മാർക്ക് കുക്കുർലെ വേൾഡ് കപ്പിൽ നല്ല പെർഫോമൻസ് ആയി കാഴ്ചവെച്ചിരുന്നത്. ഒരു വേൾഡ് കപ്പ് ചാമ്പ്യൻ കൂടിയാണ് കുക്കുർലെ. ഏഴാമതായി ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്. നല്ല അടിപൊളി ക്രോസുകളും കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. എട്ടാമതായി ടെൻസൽ ഡുഫേറസ്, പുതിയ സൈനികമായ റൈറ്റ് ബാക്കിലേക്ക് കൊണ്ടുവന്ന പുതിയ പ്ലെയർ. ഒമ്പതാമതായി ഹൈസൻ എന്നാണ് വന്നുള്ളത്, നമ്മുടെ യുവ സെൻട്രൽ ബാക്ക് സ്പെയിനിന്റെ. പത്താമതായി അൽവാറോ കരാറസ് ലെഫ്റ്റ് ബാക്കിലാണ് കരാറസിന്റെ സ്ഥാനമെങ്കിലും അവിടേക്ക് കുക്കുർല വന്നിട്ടുണ്ട്. 11ാമതായി ഫെർലാൻഡ് മെൻഡി, ലെഫ്റ്റ് ബാക്കിൽ തന്നെയാണ് മെൻഡിയും കളിക്കുന്നത്. മെൻഡിയെ റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ സീസണിൽ. 12ാമതായി റോൾ അസെൻസിയോ ആണ് വന്നുള്ളത്. അസെൻസിയോ കഴിഞ്ഞ സീസണിൽ കുറച്ച് നല്ല പെർഫോമൻസ് ആയിരുന്നില്ല കാഴ്ചവെച്ചത്. അസെൻസിയോയും ചിലപ്പോൾ ടീമിൽ ഇടമുണ്ടായിരിക്കില്ല. 13ാമതായി മിഡ്ഫീൽഡർമാർ. 13ാമതായി ജൂഡ് ബെല്ലിംഗാമിനെ പറ്റി പറയേണ്ടതില്ല. ഈ വേൾഡ് കപ്പിൽ മിഡ്ഫീൽഡർമാരിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അടിച്ചിട്ടുള്ളത് ജൂഡ് ബെല്ലിംഗാം തന്നെയാണ്. 6 ഗോളുകളാണ് ജൂഡ് ബെല്ലിംഗാം അടിച്ചു കയറ്റിയിട്ടുള്ളത്. 14ാമതായി ഫെഡറിക്കോ വാൾവാഡയെ പറ്റി പറയേണ്ടതില്ല. മിസൈലുകൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടത് തന്നെയാണ്. അടിപൊളി പാസുകളും മിസൈലുകളുമാണ് വാൾവാഡെ കഴിഞ്ഞ സീസണിൽ അടിച്ചുള്ളത്. 15ാമതായി ഫ്രാൻസിന്റെ ചൗമാനി, ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ചൗമാനി. 16ാമതായി ആൻഡ്രോ കമാവിംഗ ഉണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡറും സെൻട്രൽ മിഡ്ഫീൽഡറുമായി കളിക്കാൻ പറ്റുന്ന താരമാണ് കമാവിംഗ. 17ാമതായി ബെർണാർഡോ സിൽവ, പുതിയ സൈനിങ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും പോർച്ചുഗീസ് പ്ലെയർ ബെർണാർഡോ സിൽവ എത്തുന്നുണ്ട് റയൽ മാഡ്രിഡിലേക്ക്. 18ാമതായി ഡാനി സെബലോസ്, റയൽ മാഡ്രിഡിൽ കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്ന പ്ലെയറാണ്. 19ാമതായി ചർച്ചകളാണ് നടക്കുന്നത്. റോഡ്രി വരുമെന്ന് 96% ചാൻസ് ഉണ്ട്. റോഡ്രിക്ക് റയലിൽ വരാൻ താല്പര്യവുമുണ്ട്. റോഡ്രി ചിലപ്പോൾ എത്തിയേക്കും. ഫോർവേഡേഴ്സുകൾ നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പെ പറയേണ്ടതില്ല, വാക്കുകളില്ല കിലിയൻ എംബാപ്പയെ പറ്റി പറയാൻ. ഈ വേൾഡ് കപ്പിലും കഴിഞ്ഞ വേൾഡ് കപ്പിലും ഗോൾഡൻ ബൂട്ട് ജേതാവ് കിലിയൻ എംബാപ്പയാണ്. റയൽ മാഡ്രിഡിന്റെ സ്ട്രൈക്കറായി വരുന്നത് വിനീഷ്യസ് ജൂനിയർ. ലെഫ്റ്റ് വിങ്ങിൽ കുതിച്ചു പാഞ്ഞ് ഗോളടിക്കാൻ കഴിവുള്ള താരം അത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. സ്പീഡി പ്ലെയർ വിനീഷ്യസ് ജൂനിയർ. റോഡ്രിഗോ കഴിഞ്ഞ സീസണിൽ ACL ഇഞ്ചുറി പറ്റി വേൾഡ് കപ്പ് നഷ്ടമായതാണ്. റോഡ്രിഗോ തിരിച്ചു വന്നിട്ടുണ്ട്. 23ാമതായി പുതിയ സൈനിങ് ഐവറി കോസ്റ്റ് പ്ലെയർ, ലെഫ്റ്റ് വിങ്ങറാണ്. റൈറ്റ് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന താരം യാൻ ഡിയോമണ്ടേ എത്തുന്നു റയൽ മാഡ്രിഡിലേക്ക്. 19 യുവ കളിക്കാരൻ, ഐവറി കോസ്റ്റ് പ്ലെയർ. അതുപോലെ തന്നെ 24ാമതായി വരുന്നത് ആൻഡ്രിക് ലിയോണിലേക്ക് കഴിഞ്ഞ സീസണിൽ ലോണിൽ പോയതായിരുന്നു. ഈ സീസണിലേക്ക് കിലിയൻ എംബാപ്പയ്ക്ക് താഴെ ആൻഡ്രിക് ഉണ്ടായിരിക്കും.
25-ാമതായി ആർദ ഗൂളർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ അറ്റാക്കറാണ് ആർദ ഗൂളർ. സെൻട്രൽ നിന്നും കഴിഞ്ഞ സീസണിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു, മറക്കണ്ട നിങ്ങളാരും അത്. അതുപോലെ തന്നെ ബ്രാഹിം ഡയസ് വേൾഡ് കപ്പിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ബ്രാഹിം കാഴ്ചവെച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റയൽ മാഡ്രിഡ് 26 പ്ലേയേഴ്സ് ലിസ്റ്റ്. വേൾഡ് കപ്പിൽ തിളങ്ങി കളിച്ച മിക്ക കളിക്കാരും അത് റയൽ മാഡ്രിഡിൽ തന്നെയുണ്ട്. ഈ സീസൺ റയൽ മാഡ്രിഡ് കപ്പുകൾ കൂട്ടുമോ, വാങ്ങിയങ്ങ് കൂട്ടുമോ? സ്ക്വാഡുണ്ട്, പക്ഷേ ബാർസലോണയൊന്നും വെറുതെ അല്ല. ബാർസലോണയുടെ ബെസ്റ്റ് 11-ഉം 26 പ്ലേയേഴ്സ് ലിസ്റ്റുമായി അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് കാണുക.